നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2026 ഏവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 2026 എന്ന വർഷത്തിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെയാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. 2026 എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഓരോരോ നക്ഷത്രക്കാരുടെ പ്രത്യേകം ഫലങ്ങളെ പറഞ്ഞു പോകാം. ഇപ്പോൾ നമുക്ക് അവിട്ട നക്ഷത്രക്കാരുടെ 2026 എന്ന വർഷത്തിന്റെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. അവിട്ട നക്ഷത്രം മകരം കുംഭം കൂറുകളിലായി വരുന്ന മുറി നക്ഷത്രമാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് സമ്മിശ്ര ഫലമാണ് ലഭിക്കുക. ഉദ്യോഗ കയറ്റമൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് വർഷാന്ത്യം വരെ കാത്തിരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇഷ്ടദിക്കിലേക്ക് സ്ഥലമാറ്റത്തിന് തടസ്സങ്ങൾ ഉണ്ടാകാം. രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ആലസ്യം പ്രവർത്തനങ്ങളെ ബാധിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. മനസ്സ് പെട്ടെന്ന് തളർച്ചയിലേക്ക് പോകുന്നതാണ്. അസുഖക്കാരനാണ് എന്ന തോന്നലും പിടികൂടിയേക്കാം. ഊഹക്കച്ചവടം ധനനഷ്ടത്തിന് ഇടവരുത്തുന്നതാണ്. ഇടയ്ക്കിടെ ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബത്തിന്റെ പിന്തുണ ലഭിക്കുന്നതാണ്. കുംഭക്കൂറുകാർക്ക് മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകില്ല. ഉറച്ചു നിൽക്കാനുള്ള സാഹചര്യങ്ങൾ എപ്പോഴും ഉണ്ടാകും. തൊഴിലിൽ പ്രമോഷൻ, വേതന വർധനവ് എന്നിവയൊക്കെ കുംഭക്കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ ക്ലേശങ്ങൾ ഒട്ടൊക്കെ നിയന്ത്രിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. പ്രണയിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒന്നിക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന പ്രാപ്തി കൈവരുന്നതാണ്. ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അവിട്ട നക്ഷത്രക്കാർക്ക് മെച്ചപ്പെടുന്നതാണ്. മകരക്കൂറുകാരായിട്ടുള്ള അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷാദ്യം ധനലാഭം ഉണ്ടാകുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. രണ്ടാം പകുതിയിൽ തൊഴിൽപരമായിട്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. കുംഭക്കൂറുകാരായിട്ടുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് വർഷത്തിന്റെ ആദ്യ ഭാഗത്ത് സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. പൊതുവെ കുംഭക്കൂറുകാരായിട്ടുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. എന്നാൽ രണ്ടാം പകുതിയിൽ രോഗശാന്തിയും ധനലാഭവും കുംഭക്കൂറുകാരായിട്ടുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് അവിട്ട നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് പരിശോധിക്കാം. അവിട്ട നക്ഷത്രക്കാർ ചൊവ്വാദശയിലാണ് ജനിക്കുക. ഏകദേശം 3 വയസ്സ് വരെ ചൊവ്വാദശ എന്നുള്ള കണക്കുകൂട്ടലിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഏകദേശം 21 വയസ്സ് വരെ രാഹുർദശ, ഏകദേശം 37 വയസ്സ് വരെ വ്യാഴദശ, ഏകദേശം 56 വയസ്സ് വരെ ശനിദശ, ഏകദേശം 73 വയസ്സ് വരെ ബുധദശ. അവിട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ രാഹുർദശ, ശനിദശ എന്നീ ദശാകാലങ്ങളുള്ളവർക്ക് വളരെയേറെ അനുകൂല സമയമാണ്. മറ്റുള്ളവർ നിശ്ചയമായും ദോഷശാന്തി ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ജ്യോതിഷം തുടങ്ങിയ എല്ലാ ഭാരതീയ ശാസ്ത്രങ്ങൾ സംബന്ധിച്ചുള്ള വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.